അവന്റെ അമ്മക്ക് വയറുവേദന. ആ വയറുവേദന മാറുന്നതിന് പുലിപ്പാലന്വേഷിച്ചവൻ കൊടും വനത്തിലേക്ക് പോകുന്നു. ഊരാക്കോടിരുട്ട്, ചീവീടുകൾ ചീറിപ്പായുന്നു, കടവാവലുകളുടെ ശബ്ദം, ഇഴജന്തുക്കൾ, വന്യമൃഗങ്ങൾ അലമുറയിടുന്നു. നടുക്കായലിലേക്കുമ്പോഴാണ് ഈ പേടിപ്പിക്കുന്ന കഥ പറയുന്നത്. ചേട്ടാണ് ഈ തന്ന ലൈഫ് ബോയും തിന്നുപോയി. അയ്യ പേടിപ്പിക്കണതല്ലത്, സോമ്യ അയ്യപ്പന്റെ കഥയാണ്. എന്റെ പൊന്നു സഖാവെ, ഇയാൾ ഈ ഭീകരകഥയൊക്കെ പറഞ്ഞ് നീ നടുക്കായലിൽ വെച്ചിട്ട് നമ്മുടെ വഞ്ചി എങ്ങാനും മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിനകത്ത് മുങ്ങി ചത്താ നമ്മുടെ നാട് രക്ഷപ്പെടും. അതെ, അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. എന്റെ പൊന്നു പ്രസിഡന്റ്, ഈ പാലം പണി എന്ന് തുടങ്ങും? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കമ്പി വന്നിരുന്നു. അപ്പൊ ഇനി സിമന്റ് മണലുകടം കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി തുടങ്ങാം. ഓ, ആ കമ്പി അല്ല, സർക്കാരിന്ന് കമ്പി വന്നത്. ഇനി ഒരു 6 മാസത്തേക്ക് പണി തുടങ്ങണ്ടെന്നും പറഞ്ഞിട്ട്. രക്ഷപ്പെട്ടു. അതെ, ഈ പാലം പണിയുന്നേ കൊള്ളാം. പാലം പണിയുമ്പോ 2 അറ്റവും ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വേണം. ഇയാളിത് എവിടത്തനായിട്ടുകാരനോടോ? എടോ, പാലം പണിയുമ്പോ ഒരറ്റം ഈ പഞ്ചായത്തിലും മറ്റേ അറ്റം അപ്പുറത്തെ പഞ്ചായത്തിലും ഇരിക്കേണ്ടത്. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ മറ്റുവാണെങ്കിൽ ഞങ്ങൾ സമരവുമായി രംഗത്തിറങ്ങും. എന്റെ നോവലിസ്റ്റേ, ഇതെങ്ങനെ സാധിക്കാനാ? എങ്ങനെ സാധിക്കുമെന്നോ? മെമ്പറുടെ സാരിക്ക് എത്ര അറ്റമുണ്ട്? 2 അറ്റം. ഒരറ്റം എവിടെ? എന്റെ കയ്യിലുണ്ട്. മറ്റേ അറ്റം അപ്പുറത്തെ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാലത്തിന്റെ 2 അറ്റവും ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വേണമെന്ന്. അത് ശരിയാക്കാം, നോക്കാം, ഞങ്ങള് അത് ശരിയാക്കാം. എന്റെ പൊന്നു പ്രസിഡന്റ്, എന്തൊക്കെ പറഞ്ഞാലും ഭരണം അങ്ങോട്ട് കത്തണില്ല. അവര് മരിച്ചപ്പോഴേ 2 രൂപക്കാണ് അരി കൊടുത്തത്. അതിനിപ്പോ എന്താ? അവര് 2 രൂപയ്ക്കെങ്കിൽ ഞങ്ങൾ 1 രൂപയ്ക്കല്ലേ അരി കൊടുക്കുന്നത്. അപ്പൊ അതിന്ന് 1 രൂപ നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ? നേതാവേ, അങ്ങനെ പറയരുത്. ഞങ്ങൾ 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നതിനോടൊപ്പം ഒരു ഭവന വായ്പയ്ക്കുള്ള 10 കൂടിയാണ് കൊടുക്കുന്നത്. അത് ശരിയാ. അതിൽ നിന്ന് കിട്ടുന്ന മണലെടുത്ത് കൂട്ടി വെക്കുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ വീട് പണിയാം. നേതാവിന് മണലി തൊട്ട് കളിക്കരുത്. മണലുണ്ട് ഞങ്ങളുടെ കുടുംബസ്വത്താണോ? കുടുംബസ്വത്താണോ? എന്റെ കുടുംബക്കാരെ പറഞ്ഞ മുട്ടലിയെ കയറ്റും. നേതാവേ, പെണ്ണുപിള്ളാൻ നോക്കൂല. അയ്യോ, അയ്യോ. എന്താ ഞാനോ? ഇല്ല. ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. എന്റെ പൊന്നെ, നിങ്ങൾ കരയെ പോയി തല്ലുപിടിക്കും, വഞ്ചിക്കത്തിൽ തല്ലുപിടിക്കലെന്ന്. അല്ല പ്രസിഡന്റെ, നിങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്തായി? പറഞ്ഞതുപോലെ അതിന്റെ കാര്യം എന്തായി? അത് നമ്മൾ തമ്മിൽ തീരുമാനിച്ച പോലെ. പിന്നെ അത് മതി, അത് മതി, അത് മതി. സംഭവം കീരിയും പാമ്പും ഒക്കെ ആണെങ്കിലും കാശിന്റെ കാര്യത്തിൽ 2 പേരും ഒറ്റ കെട്ട. അതാ വീണ്ടും എനിക്ക് ഭാവന ഉണരുന്നു. ടിപ്പ് ടിപ്പ് ജാനകി എന്ന പെൺകുട്ടി തപ്പു തപ്പു വെള്ളം കൊല്ലാനായിട്ട് പോവുകയാണ്. അതാ ആക്രമിക്കുന്നു ഭീകരനായ ടിപ്പ് ടിപ്പ് സായിപ്പ്. അവളെ നോക്കി പറയുന്നു, പിന്നെ പേടിപ്പിക്കണ. അയ്യ, ചേട്ടനെന്നെ പേടിക്കണ. അതൊരു പാട്ടല്ലേ? പാട്ടോ? ആ. നീരും മിണ്ടിപ്പോകരുത്. ഇവിടെ നാണൂല്ലടോ. ആ കൊച്ചിന്റെ മുട്ട മേടിച്ച് നിന്നേക്കണം. എടോ ഭീകരവാദി, എനിക്ക് മുട്ട വേണമെങ്കിൽ ഞാൻ കള്ളിഷാപ്പിന്ന് വാങ്ങിച്ചില്ലേ? അതിന് ഞാൻ ഇന്ന് പോയില്ലേ? കുടിച്ചാ കരയല്ലേ, ഞാൻ നക്കനെ ചേർന്നിട്ട് മേടിച്ചു തരാം. ഞാനിപ്പോ എവിടെ നിന്ന് എടുത്തു തരാനാ? ഞാൻ എടുത്തോളാം. എവിടെന്ന്? ചേട്ടൻ എഴുന്നേറ്റ്. എന്തിന്? വെള്ളത്തിലേക്ക് കളിടാനാണോ? ജിംറല്ല. അയ്യേ, ഇവരെന്താ താറാവാ? എന്റെ ശൗര്യ ചേട്ടാ, ചേട്ടൻ എന്താ വീട്ടിൽ പോകാതെ ഈ വഞ്ചിപ്പേരെ തന്നെ കിടക്കുന്നേ? വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവളായിട്ട് എപ്പോഴും വഴക്കാൻ. അതിന് നല്ലത് ഈ വഞ്ചിപ്പേരെ തന്നെ കിടക്കണതാണ്. ചേട്ടൻ ചേച്ചിയെ മാത്രം കുറ്റം പറയരുത്. എന്റെ പ്രസിഡന്റ്, ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. പിന്നെ ചേട്ടൻ എന്തിനാ ചേച്ചിയുടെ 5 ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങിയത്? അതെ, അപകടത്തിൽ പെടുന്നവർക്ക് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നത് നാട്ടുകിടപ്പാണ്. അങ്ങോട്ട് നോക്കിയേ, എന്തൊരു ഭീകരമായ കാഴ്ച. ഹൈ ഹൈ ഹൈ, 2 നീർനായകൾ നീന്തി പോകുന്നു. അത് നീർനായൊന്നും അല്ല എന്റെ നോവലിസ്റ്റേ. പിന്നെ പോലീസുകാർ വെള്ളത്തിനിടെ റെയ്ഡ് നടത്തുമല്ലേ? റെയ്ഡോ? എന്തിന്റെ? മണലിന്റെ. നേതാവേ, ഇന്നലെ വീട്ടിൽ നിന്ന് ഒരു പട്ടി വരെ കേട്ടല്ല. ഒന്നും പറയണ്ട, പുതിയൊരു പട്ടിയെ മേടിച്ചാ മെരുങ്ങണില്ല. അത് പെണ്ണുമ്പുള്ളി ഏൽപ്പിച്ചാ പോരെ? എടോ, ഞാൻ വിചാരിച്ച് നടക്കാത്തത് പിന്നെ പെണ്ണുമ്പുള്ള വിചാരിച്ച് നടക്കണെങ്ങനെയാ? അവര് നേതാവിനെ വരെ മെരുക്കി, പിന്നെയാണ് ഒരു ചെറിയ പട്ടീനെ.
ചേട്ടാ ഞങ്ങളുടെ പുതിയ പാലം വരുന്നുണ്ടോ? വഞ്ചി മുട്ടിയേക്കല്ലേ? എന്റെ പൊന്ന് പ്രസിഡന്റ്, ആ പാലത്തെ വെച്ച് മുട്ടിയ ഈ വഞ്ചി പൊളിയില്ല. വഞ്ചി പൊളിയില്ലായിരിക്കും, പക്ഷെ ഇവര് പറഞ്ഞ പാലം ചിലപ്പോ പൊളിയാൻ സാധിക്കും. നേതാവ് ഞങ്ങളുടെ പാലത്തിൽ തൊട്ട് കളിക്കരുത്. പാലത്തെ തൊട്ട് കളിച്ച് ചെയ്യാൻ നിങ്ങളുടെ പാലത്തിനകത്ത് കൊമ്പുണ്ടോ? ഞങ്ങളുടെ പാലത്തിന് കൊമ്പൊന്നുമില്ല, പക്ഷെ എനിക്കൊരു വാതിന് കുറവുണ്ട്. പെണ്ണാൻ നോക്കുന്ന കാലി പിടിച്ചൊരു കുളച്ചിലേ വെച്ച് വരും. ഞങ്ങളുടെ പാലത്തേക്കാണ് ഞങ്ങൾ വാട. ആഹാ, നിർത്ത്. നിങ്ങൾക്ക് ഇത് തന്നെയാണ് പണി. എടാ മോനെ, നീ കുറച്ച് കാശ് ഉണ്ടാക്കി തന്നെ, ഇത് അവർക്ക് കൊടുത്തൊന്ന് ഒതുക്കാനാ. മാജിക്കിൽ നിന്ന് അങ്ങനെ കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ ഞാനൊരു മാജിക് കാണിക്കാം. ആ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രസിഡന്റ് തന്നെ വാ. ഓക്കെ, ഞാൻ റെഡി. നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രം കാണുകയും പിന്നീട് മറന്നുപോയതുമായ ഒരു സാധനം നിങ്ങൾ മനസ്സിലാലോചിക്കുക. ആ സാധനം ഞാൻ ഇതിന്ന് നിങ്ങൾക്ക് എടുത്തു തരാം. ഞാൻ നോക്കാം. ഇങ്ങോട്ട് ഇത് ഞാൻ നോക്കാന്നേ. ഇങ്ങോട്ട് ഇത് ഞാൻ നോക്കാന്ന് പറഞ്ഞു. എന്റെ വഞ്ചി ഇങ്ങട് ഞാൻ നോക്കാം. ഞാൻ നോക്കട്ടെ. മര്യാദക്ക് വഞ്ചാൻ മുക്കികളെ ഞാൻ ഇതെന്ത് സാധനം അത്? ഇതെന്ത് സാധനമാണെന്നാ? ആ ഇതാണ് നിങ്ങ ജീവിതത്തിൽ ഒരു തവണ കണ്ടിട്ടുള്ളതും പിന്നെ മറന്നുപോയതുമായ വാഗ്ദാനങ്ങൾ അടങ്ങിയ പ്രകടന പത്രിക. ആഹാ, എന്തൊരു ഭീകരത. നിങ്ങൾ രണ്ടുപേരും പോയാലേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്ന്